എന്നിട്ട് പതുക്കെ രണ്ട് തട്ടൊക്കെ തട്ടി ഇല്ലേണ പറഞ്ഞോ. ഇതേപോലെ ഇളക്കി കഴിഞ്ഞെടുക്കും. റൂട്ടൊക്കെ ഇരിക്കുന്നുണ്ടാ. ഇത് ഒരു കാരണവശാലും ഇതിനകത്ത് മണ്ണ് അധികം ഇളകി പോകരുത്. പാട്ടം ഡ്രമ്മില് കുടംപുളി നിറയ്ക്കുകയാണ്. കുടംപുളി നിറയ്ക്കാൻ വേണ്ടി പോവാ. അതായത് താണ്ടെ ഇതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് കൂട്ടിയൊക്കെ? എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പമണ്ണാക്ക്, മണ്ണ്, ചകിരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്തതല്ലേ? എന്താണ് ഇത്? കുടംപുളിയാണോ? കുടംപുളി വലിയ കുടംപുളി ഡ്രമ്മിൽ നിറയ്ക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. അതെ അതെ. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാലാണ് ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് ആ ഡ്രമ്മിന് ഹോൾ ഇടണം. ഡ്രമ്മിന് ആദ്യം ഹോൾ ചെയ്യണം. അതിനുശേഷം കുറെ കരിയില വാരിയിടും. കരിയില, അതിന്റെ മുകളിൽ ചാണകപ്പൊടി, അതിന്റെ മുകളിൽ ചകിരിച്ചോറ് ബാക്കി. എന്നിട്ട് നമ്മള് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ബാക്കിയുള്ള ഫില്ലിങ് ഏകദേശം എത്രത്തോളം സാധനം വരുന്നുണ്ടോ അതിനകത്ത് നിറയ്ക്കാനായിട്ട്? 6-7 ചെറിയതിന് മേളിൽ എന്തായാലും വേണ്ടി വരുമല്ലോ. മുക്കാ ഭാഗമായിട്ട് നിറയ്ക്കുവാണെങ്കിൽ നല്ല വെയിറ്റ് ആണ് ഇത്. നല്ല വെയിറ്റ് ആണ്. കണ്ടില്ലേ ഈ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്യുന്ന രീതി നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അതിന് പിന്നെ ഇപ്പൊ ഇത് നിറയ്ക്കുന്ന രീതിയിൽ നമുക്ക് പിന്നെ എപ്പം വളം കൊടുക്കണം? ഒരുപാട് പേര് തിരക്കുന്ന ഒരു സംഭവം. 2 മാസം കഴിഞ്ഞ് കൊടുത്താലും മതി. 2 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഇതിനകത്ത് എല്ലുപൊടി, വെപ്പിണാക്കം, ചാണകപ്പൊടി, ആട്ടുകാട്ടം എല്ലാ ഐറ്റവും ഇട്ട് നിറച്ച് വെച്ചേക്കുന്നത് അല്ലേ? പിന്നെ എല്ലുപൊടി, വേപ്പമിണ്ണാക്ക് എല്ലാ സാധനവും വരും. ഓക്കെ. എന്നിട്ട് ഇതിനകത്ത് വെള്ളം അഥവാ ഇപ്പൊ ഒരു സംശയം, ഡ്രമ്മിനകത്ത് ഇതേപോലെ വെള്ളം വാർന്നു പോവാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഹോൾ ഇച്ചിരി വലുതാക്കി കൊടുക്കുക. ഹോൾ ചെയ്യുന്ന വലുതാക്കി കൊടുക്കുക. പിന്നെ 6-7 ഹോൾ ഇടുക. 6-7 ഹോള് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മേളിൽ കല്ല് വെച്ചിട്ട് വേണം പ്ലാന്റ് നിറയ്ക്കാനായിട്ട്. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ ഇതെന്തുകൊണ്ടാ പ്ലാവ്? J33 എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാവ് കേട്ടോ. അന്നേരം അതാണ്ട് അത് നിറയ്ക്കുന്ന വലിയ കവറിലോട്ട് മാറ്റി നിറയ്ക്കുന്ന എന്ന് കണ്ടാലോ. അതിന് നമ്മൾ ഇതേപോലെ വലിയൊരു കൂട്ടിട്ടേക്കും അല്ലേണ? ഇതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്തത്? ഇത് തന്നെ, ഈ കൂട്ട് തന്നെ. അതിനകത്ത് ചാണകപ്പൊടി ഉണക്ക തന്നെ. ഇത്രത്തോളം ഉണക്കയല്ലേ? നല്ല പക്ക ഉണക്ക വേണം. അതിൽ പച്ച ചാണാൻ പ്ലാവിന് അധികം ഇടാറില്ല. ചൂടാണ്. നല്ല ഉണക്ക ചാണാനും ചകിരിച്ചോറ്, നല്ല ചകിരിച്ചോറ് കമ്പോസ്റ്റ് എല്ലാം ഉണങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇത് നിറയ്ക്കുന്നതെന്ന് കണ്ടാലോ. അണ്ണാ ഇത് എന്തിനുള്ള കൂട്ടാണ് ഈ കൂട്ടുന്നത്? കവർ നിറയ്ക്കാനുള്ള സാധനമാണ്. കവർ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടല്ലേ ഇത്? ഇതിനകത്ത് എല്ലുപൊടി, പിന്നെ എന്തൊക്കെയാ? എല്ലുപൊടി, വേപ്പമുണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ് എല്ലാ സാധനവും മിക്സ് ചെയ്ത് നല്ലൊരു ഇളക്ക്. ഈ ഇളക്കിനകത്തിരിക്കുക കാര്യല്ലേ? മറിച്ച് തിരിച്ചു ഇളക്കുവോ? 2 സൈഡിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണെങ്കിൽ 1 പ്രാവശ്യം ഇളക്കിയാൽ മതി. കേട്ടില്ല? ഏതാ? നല്ലപോലെ ഇളക്കിയാണെങ്കിൽ, നല്ലപോലെ ഇളക്കുവാണെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം ഇളക്കിയാൽ. ചരലുണ്ടോ ഈ മണ്ണിനകത്ത്? ചരല് കൂടുതലുള്ള പ്ലാന്റിനകത്ത് വേരോട്ടം കിട്ടാനായിട്ട് നല്ലതല്ലേ? പറയണ വേറെ എന്തൊക്കെയാ? ഇതേപോലെ സെറ്റ് ചെയ്ത് ഇത് വലിയ കവർ നിറയ്ക്കാനാണോ? അതെ, വലിയ കവർ നിറയ്ക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല വലിയ ഫ്രൂട്ട് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് വലിയ കൂട്ടിട്ട് നിറയ്ക്കുന്നത് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേണ? ഇതിനകത്ത് പ്ലാവാണ് നിറയ്ക്കാൻ പോകുന്നത്. പ്ലാവ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. റംബൂട്ടാൻ വെക്കുന്നുണ്ടോ? റംബൂട്ടാനും പ്ലാവും വലിയ കവറിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ. മണ്ണ് കുറവ്, അതിനകത്ത് ചാണകപ്പൊടി, ചകിരിച്ചോറ് എല്ലാ സാധനവും ഇട്ട് ഫ്രൂട്ട് പ്ലാന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ പകുതിയോളം മണ്ണ് തന്നെ അതിനകത്ത് ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ഉണക്ക ചാണകം കിടപ്പൊക്കെ നല്ല അടിപൊളി ഉണക്ക ചാണകം ബാക്കി ഒരുപാട് കൂട്ട് ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സറാണ് സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കവറിനകത്തോട്ടാണ് നിറയ്ക്കുന്നത്. വലിയ കവറിനകത്ത് കുറച്ച് മണ്ണിട്ട് നല്ല വൃത്തിയാവണം. ആദ്യമേ നേരത്തെ തട്ടി ഉറപ്പിക്കുക. അത് സ്പീഡ് കുറച്ച രീതിയിൽ നിങ്ങളെ കാണിക്കുവാണ്. കണ്ട സ്പീഡ് കുറച്ച രീതിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വാരി സെറ്റ് ചെയ്ത് നിറച്ച് ഇതുകൊണ്ട് ഇരിക്കുന്ന കണക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. കണ്ട അതെല്ലാം നിറച്ച് വെച്ചേക്കുന്നതാ. കണ്ട എന്നിട്ട് പതുക്കെ 2 തട്ടൊക്കെ തട്ടി ഇല്ലേണ? പറഞ്ഞോ. ഇതേപോലെ ഇളക്കി കഴിഞ്ഞെടുക്കും. റൂട്ടൊക്കെ ഇരിക്കുന്നുണ്ടാ. ഇത് ഒരു കാരണവശാലും ഇതിനകത്ത് മണ്ണ് അധികം ഇളകി പോകരുത്. പാട്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്ലാവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ വെള്ളം കെട്ടി നിൽക്കരുത്. ഒരു കാരണവശാലും പ്ലാവിന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി എന്നാൽ അഴുകിപ്പോവും, ഉറപ്പാണ്. അതേ വന്നിട്ട് മണ്ണിട്ടിട്ട് ഒന്ന് തട്ടി ഉറപ്പിക്കണം. കുറച്ചുകൂടെ മണ്ണ് കയറണമല്ലേ? കാര്യം ഇത് ഇങ്ങനെ മടങ്ങി പോരുതാണ്ട്. ഇപ്പൊ ഈ വീണ കണക്ക് മടങ്ങി പോരുത്. വെള്ളം ഒഴിക്കുമ്പോഴും അത് മടങ്ങി പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം ഇച്ചിരി മണ്ണൊക്കെ കൂട്ടിയിട്ട് സെറ്റ് ചെയ്ത് വേണം വെക്കാനായിട്ട്. മണ്ണ് എന്ന് പറഞ്ഞാൽ പോട്ടി മിക്സർ. ഈ ഒരു പോട്ടി മിക്സർ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വെക്കും. തട്ടി ഉറപ്പിക്കുമ്പോൾ അത് കുറച്ചും കൂടെ പരക്കുന്നിരിക്കും അല്ലേ? നല്ല വൃത്തിയാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഒരു വൃത്തിയായിട്ട് പ്ലാന്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ.
ഇതേപോലെ നമുക്ക് പ്ലാവ് ഉണ്ടാക്കി വലിയ കവറിനകത്തോട്ട് മാറുന്നതാണ് ഇപ്പൊ കണ്ടത്.